പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാട്ടകത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടകം ഇന്നുള്ളത് ഒരു അക്ഷരപ്പുരയിലാണ്. മയ്യിൽ തായമ്പൊയിൽ ഉള്ള സപ്തർഹശ്മി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ. ഇവിടെ ഇന്ന് നാട്ടകം എത്താനുള്ള ഒരു കാരണം, ഒരു പുരസ്കാരത്തിൻ്റെ നിറവിലാണ് ഇന്ന് ഈ വായനശാല. വായനശാലയിലെ ഇവിടുത്തെ ലൈബ്രറിയനാണ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സ്റ്റാഫ് അസോസിയേഷൻ നൽകുന്ന ഗ്രാമീണ മേഖലയിലെ മികച്ച ലൈബ്രറിയന് നൽകുന്ന IV ദാസ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ഇവിടുത്തെ ലൈബ്രറിയൻ ശ്രീമതി N അജിതയ്ക്കാണ്. അജിതയുമായി ഇവിടുത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് ഇന്ന് നാട്ടകം ഇവിടെ എത്തിയിട്ടുള്ളത്. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സ്റ്റാഫ് അസോസിയേഷൻ ഗ്രാമീണ മേഖലയിലെ മികച്ച ലൈബ്രറിയന് നൽകുന്ന IV ദാസ് സ്മാരക പുരസ്കാരം ഇത്തവണ അജിതയെ തേടിയെത്തി. അതിന് കൂടെ ഇത് ആദ്യത്തെ പുരസ്കാരമല്ല അജിതയ്ക്ക് ലഭിക്കുന്ന. കുറച്ച് മാസങ്ങൾക്ക് മുൻപേ മറ്റൊരു പുരസ്കാരം കൂടി ലഭിച്ചിരുന്നു അല്ലേ? ലഭിച്ചിരുന്നു. ഏതാണത്? അക്ഷരായനം പുരസ്കാരം. അക്ഷരായനം. അത് ആര് നൽകുന്നതായിരുന്നു? അതൊരു കൂട്ടായ്മേന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു അവാർഡായിരുന്നു. അത് ഈ കേരളത്തിലെ ആകെ എടുത്തിട്ടുള്ളതാണോ, അല്ല കണ്ണൂർ ജില്ലയിലേത് മാത്രമാണോ? അത് കേരളത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ബെസ്റ്റ് ലൈബ്രറിയൻ, അതങ്ങനെ ഓരോ ജില്ലയിലും ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കണ്ണൂർ ജില്ലയിലെ ബെസ്റ്റ് ലൈബ്രറിയന് അവാർഡായിട്ടാണ് അത് കിട്ടിയത്. ഒരു കൂട്ടായ്മേന്റെ ഭാഗമായിട്ട്, അക്ഷരായനം കൂട്ടായ്മ. അതിന്റെ ആഹ്ലാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന, അത് തീർന്നില്ല. അതിനിടയിലാണ് അതിനേക്കാളും കുറച്ചുകൂടി വലുതായ ഒരു IV ദാസിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം ലഭിച്ചതല്ലേ? ഈ പുരസ്കാരം ലഭിച്ചെന്ന് പറയുമ്പോൾ അജിത എത്ര വർഷമായി ലൈബ്രറിയൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു? ഞാനിവിടെ ഒരു 20 വർഷക്കാലം, 20 വർഷത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊടുക്കുകയാണ്. 20 വർഷമായി ലൈബ്രറിയനായിട്ട് ഈ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്നല്ലേ? അതെ. എന്താണ് ഈ ലൈബ്രറിയൻ ആകാനുള്ള ഒരു താല്പര്യം വന്നത്? ഇപ്പോൾ ചെറുപ്പകാലത്ത് പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ നിന്ന് എടുക്കാറുണ്ടോ? എൻ്റെ നാടങ്ങ് ഇളയാവൂരാണ്. പക്ഷെ അവിടുന്ന് ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇവിടെയാണ് ഇങ്ങനെ ഞാൻ ലൈബ്രറികളും ഇതെല്ലാം കാണുന്നത്. കുട്ടികൾ ആയതിനു ശേഷമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയോ, ആദ്യകാലത്ത് ഞാൻ ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുമായിരുന്നു. പിന്നെയാണ് ഇവിടെ അങ്ങനെ ഒരു ഒഴിവ് വന്നപ്പോൾ ഞാൻ ഇവിടെ ലൈബ്രറിയനായിട്ട് ചേർന്നത്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുൻപ് ഈ പുരസ്കാരം ലഭിച്ചല്ലോ, ഇപ്പോൾ ഇതിന്റെ മാനദണ്ഡം എന്താണ്? ലൈബ്രറി എങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കാണ്, എന്ത് കണക്കാക്കിയിട്ടാണ് ഇവരിപ്പോൾ ഇത് തരുന്നത്, പുരസ്കാരം തരുന്നത്? അതായത് ഒരു ലൈബ്രറിയൻ്റെ ഇന്ന പ്രവർത്തനങ്ങൾ എന്ന് കണക്കിലെടുത്തിട്ട് അത് മികച്ചതായി ചെയ്ത ഒരാൾ എന്നായിരിക്കുമല്ലോ പറയുന്നത്. അപ്പോൾ പുസ്തകം വിതരണം ചെയ്യുന്നതാണോ, അതല്ല മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണോ? എന്താണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം? പുസ്തക വിതരണം തന്നെയാണ് കാര്യമായിട്ടും ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, നമ്മളെവിടെ അടുത്ത് തായമ്പൊയിൽ LP സ്കൂളുണ്ട്, 4ാം ക്ലാസ് വരെയുള്ള സ്കൂള്. അവിടെ ഞാൻ ആഴ്ചയിൽ 3 ദിവസം, അത് എനിക്ക് സമയമൊന്നുമില്ല. അവിടുത്തെ ടീച്ചേഴ്സ് എത്ര 12 മണിയാണോ പറയുന്നത്, 1 മണിയാണോ പറയുന്നത്, അപ്പോഴും ഞാൻ അവർക്ക് പുസ്തകം കൊണ്ടു കൊടുക്കും. ആഴ്ചയിൽ അത് 3 ദിവസമാണ്, ബുധൻ, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിലാണ് പുസ്തകം എത്തിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടുന്ന് പോണ്ടെങ്കിൽ പിന്നെ എത്ര ടൈമാണോ അത്രയൊന്നുമില്ല ആൾക്കാരുണ്ടാകുന്ന. ഇനി 7 മണി 7:30 ഇതൊന്നും എനിക്ക് വിഷയമേ അല്ല. അതൊരു എൻ്റെ ഒരു പ്രവർത്തനമാണ്. പിന്നെ ഈ നമ്മളിപ്പോൾ 3 വർഷമായി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവധിക്കാല വായനാ ചലഞ്ച് വെക്കുന്നത് 2 മാസം. അത് അവർക്ക് ടാർഗറ്റ് കൊടുക്കും. പുസ്തകങ്ങൾ 100 ബുക്ക് 70 ബുക്ക് അങ്ങനെയെല്ലാം ആയിട്ട് ടാർഗറ്റ് കൊടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ഈ 2 മാസക്കാലം, ഈ 3 വർഷമായി നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ അവധിക്കാലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്രമമേ ഇല്ലാത്തൊരു പണിയാണിത്. എന്ന് വെച്ചാൽ എപ്പോഴും കുട്ടികൾ ഇത് ചലഞ്ച് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ നിരന്തരം രാവിലെന്നില്ല എത്ര ടൈമിനും അവർ വരും. ഇതൊരു ചലഞ്ചാണല്ലോ. അതെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ കുട്ടികളെ കുറിപ്പുകൾ സമാഹരിച്ച് വെക്കുക, അവരെ എടുത്ത വീഡിയോ ക്ലിപ്പിങ്ങും അവരെ കുറിപ്പുകളും എല്ലാം ചെയ്തിട്ട് ഇവിടുത്തെ ഇവരെ ഏൽപ്പിക്കല്, അങ്ങനെയുള്ള പ്രവർത്തനമുണ്ട്. ഈ ലൈബ്രറിയുടെ പ്രവർത്തന സമയം എങ്ങനെയാണ്? എത്ര മണിക്ക് തുറക്കും, എത്ര മണിക്ക് അടക്കും? ലൈബ്രറിയുടെ പ്രവർത്തന സമയം 3 മണി to 7 മണി വരെ. 3 മുതൽ 7 മണി വരെ. അപ്പോൾ അതിനിടയിൽ ഒരു ലൈബ്രറിയൻ എന്നുള്ള നിലയിൽ ഇപ്പം മുൻപൊക്കെ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ പുസ്തകത്തിന് നമ്പർ ഇട്ട് വെക്കണം. അപ്പോൾ ഒരാളൊരു പുസ്തകത്തിന് വന്നാൽ
ആ പുസ്തകത്തിന്റെ നമ്പർ നോക്കി ഷെൽഫിൽ ഇട്ട് വെച്ച പുസ്തകം നോക്കി ഇങ്ങോട്ട് എടുക്കും. ഇപ്പൊ ഡിജിറ്റൽ ആയാലും. അപ്പൊ നിങ്ങളുടെ ഈ അത്യാധുനിക രീതിയിലുള്ള ഹൈടെക് ലൈബ്രറി ഒക്കെ ആണല്ലോ ഇത്. ഇവിടുത്തെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ഒരു പുസ്തകമൊക്കെ എടുക്കണമെങ്കിൽ എങ്ങനെയാണത്? എനിക്കിപ്പോൾ MD ഇവിടെ 4 കെട്ടുന്ന പുസ്തകം വേണമെന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യാതെ? ഇവിടെ ആദ്യകാലത്തെല്ലാം രജിസ്റ്ററിലായിരുന്നു പുസ്തക വിതരണം നടത്തിയിരുന്നത്. പിന്നെയാണ് നമ്മൾ ഈ ലിപ്കാറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലൂടെ ലിപ്കാറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നമ്മൾ ബാർകോഡ് സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ MT എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരന്റെ ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കമ്പ്യൂട്ടറിൽ MT എന്ന് അടിക്കുമ്പോൾ ഇന്ന ഷെൽഫിൽ ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് നമ്മൾ അവിടെ കമ്പ്യൂട്ടർ കാണും. അപ്പൊ ആ ഷെൽഫിന്റെ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ പോയി നമ്മൾ ആ പുസ്തകം ഈസി ആയിട്ട് എടുക്കാം. ഒരു വായനക്കാരനെ ഒരു വായനക്കാരൻ വന്നിട്ട് ഇന്ന സമയം ഈ ഒരു എഴുത്തുകാരന്റെ ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മുഷിപ്പിക്കാത്ത രീതിയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ പുസ്തകം ഒറ്റ ക്ലിക്കിൽ മനസ്സിലാക്കും. അങ്ങനെ വരുമ്പോ ഇതിന് ബാർകോഡ് ചെയ്യണ്ടേ? എല്ലാ പുസ്തകത്തിനും പുസ്തകം വാങ്ങുന്നതിനെല്ലാം ബാർകോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലേ നിങ്ങൾ അടിക്കുമ്പോൾ കാണും. ഈ ബാർകോഡിംഗ് ഒക്കെ ആരാണ് ചെയ്യാപ്പോ? ഇത് നമ്മളെ ഈ ബാർകോഡ് സിസ്റ്റമെല്ലാം വന്നത് നമ്മളെ ഈ കൊറോണ കാലം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് കുറെ ആൾക്കാരുടെ അന്നേരം എവിടെയും പുറത്തു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ നമ്മളെ ഇതിന്റെ കമ്മിറ്റി പ്രവർത്തകർ ആ ടൈമിലായിരുന്നു ഇവിടെ ഇരുന്നിട്ട് ബാർകോഡ് ഈ പുസ്തകത്തിന് ഏകദേശം 17,000-ലധികം പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബാർകോഡ് ചെയ്ത് അത്രയും പ്രയത്നിച്ചാണ് ഇവിടെ ബാർകോഡ്. ഇപ്പൊ പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ ഉടനെ തന്നെ ബാർകോഡിംഗ് ഒക്കെ നടത്തി സിസ്റ്റമാറ്റിക് ആയിട്ട് വെക്കാൻ പറ്റും. അതാരാ ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാണോ അല്ല കമ്മിറ്റി എല്ലാം കൂടി ചെയ്യുന്നതാണോ? അല്ല, നമ്മളിപ്പം പുതിയ പുസ്തകങ്ങൾ വാങ്ങിയാൽ സ്റ്റോക്ക് രജിസ്റ്ററിൽ ആദ്യം ചേർക്കണം. അതിനുശേഷമാണ് ബാർകോഡിലേക്ക് വരിക. അപ്പോൾ അത് ഞാനും കൂടി സഹായിക്കും അവരാ. ഇതിന്റെ ഈ സോഫ്റ്റ്വെയറിന്റെ ഇതിനൊക്കെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും ലൈബ്രറിമാർക്ക്? അങ്ങനെ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ജില്ലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്ലാസ് വരുന്നതാണോ അല്ല ഈ വായനശാലയിലുള്ള നിങ്ങൾക്ക് വായനശാല തരുന്നതാണോ? ലിപ്കാറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന്റെ അവര് വന്ന് തന്നെ നമുക്ക് ട്രെയിനിങ് തന്നിരുന്നു. കമ്പ്യൂട്ടറൊന്നും ഒന്നും അറിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഡിജിറ്റലിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകാവേശമായി. ഞാനൊക്കെ വെറും 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് ഉള്ളത്. അപ്പൊ അപ്പോ ഡിഗ്രി അത്ര മോശം ഡിഗ്രി അല്ല എന്ന് പറയുന്നത് കേട്ടില്ല. അതുപോലെ ഞാൻ 1 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സിന് മയ്യിൽ പോയി. അവിടുന്ന് ഇതിന് വേണ്ടി ഞാൻ ഇത് കൊണ്ടുപോകണം. ആദ്യമെല്ലാം ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് പറ്റുന്ന പണിയല്ല, കമ്പ്യൂട്ടർ എന്നെല്ലാം കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എൻ്റെ ഇവിടുത്തെ വായനശാല കമ്മിറ്റി അംഗങ്ങൾ ഭയങ്കരമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കും. അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇതാകും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 3 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സിന് പോയി. അത് 1 മാസം കൊണ്ട് തന്നെ എനിക്ക് വേണ്ട ഇതെല്ലാം ഞാൻ ഇതിനാവശ്യമുള്ളതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഏകദേശം അത് 2 ദിവസം കൊണ്ട് തന്നെ ഞാനത് ഈ ലിപ്കാറ്റ് സോഫ്റ്റ്വെയർ ഇതാക്കിയിരുന്നു. ഇപ്പൊ ഇതിൽ നിങ്ങളൊരു മാസ്റ്റർ. അതെ, ഡാറ്റ എൻട്രിയും എല്ലാം ബാർകോഡിംഗും എത്ര പുസ്തകങ്ങളുണ്ട് ഇവിടെ? 17,000-ലധികം പുസ്തകങ്ങളുണ്ട്. 17,000-ലധികം പുസ്തകങ്ങൾ ഈ വായനശാലയിലുണ്ട്. എത്ര പേര് ഈ പുസ്തകം എടുക്കുന്നവരുണ്ടോ? മെമ്പർമാരുടെ എണ്ണല്ല പറയുന്നത്, സജീവമായിട്ട് പുസ്തകങ്ങൾ എടുക്കുന്ന ഇത് ഇപ്പൊ കൂടുതലാണോ? അല്ല ഇടക്കാലത്ത് ഇതൊന്നും കുറവല്ലേ വായനശാലയിൽ സമീപിക്കുന്നതൊക്കെ? അല്ല, ഇവിടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പെൺ വായനാ ചലഞ്ച് എന്ന് പറഞ്ഞ ഒരു ചലഞ്ചാണ്. ഈ ചലഞ്ച് പൂർത്തിയാക്കുന്നവർക്ക് 1 ദിവസത്തെ ടൂറാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ അവർക്ക് സമ്മാനങ്ങളും ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ വേഗത്തിൽ ഇത് ആകർഷിക്കും. അല്ല, ഞാൻ ചോദിച്ചത് അത് ശരി, ഈ വായനശാലയിൽ വന്ന് പുസ്തകം എടുക്കുന്ന ആളുകളുടെ എണ്ണം എങ്ങനെയാണ്? ഇപ്പോൾ 20 വർഷമായല്ലോ ലൈബ്രറി ആയിട്ടെന്ന് പറഞ്ഞു. ഈ 20 വർഷത്തിൽ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ലൈബ്രറിയിൽ വരുന്ന പുസ്തകം എടുക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ എങ്ങനെയാണ്? വർധനവാണോ കുറവാണോ? ഞാൻ വായനശാലയിൽ വന്ന ആ ആദ്യകാലങ്ങളിലൊക്കെ ആൾക്കാർ കുറവായിരുന്നു. അവർക്ക് അന്നേരം ഒന്നും അത്ര വലിയ ആൾക്കാർ വായനശാലയിൽ വരത്തില്ല. പിന്നെ നമ്മളെ ഈ ഡിജിറ്റൽ സംവിധാനത്തിലേക്കും അങ്ങനെയൊക്കെ മാറിയപ്പോൾ നമ്മൾ എവിടുന്നല്ലോ ആൾക്കാർ ഇത് തേടി അറിഞ്ഞ് നമ്മളെ പിന്നെ വായനശാലേൻ്റെ ഇതൊക്കെ തേടി അറിഞ്ഞ് അവർ
വരുന്നത് അധികവും കോളേജ് പിള്ളേര് റെഫറൻസ് ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ. അത് എന്താണെന്ന് വെച്ചാൽ ഇത് ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് ഇവിടെ എത്ര നേരവും അങ്ങനെ നിൽക്കണ്ട. അപ്പൊ പുസ്തകം ഉണ്ടോന്ന് അറിഞ്ഞ വേറെ സ്ഥലത്ത് അറിയാൻ പറ്റുമോ ഇവിടെ ഇന്ന പുസ്തകം ഉണ്ട് അറിയാൻ പറ്റും. നമ്മളെ ഇന്നെങ്കിലും എന്റെ നമ്പർ എടുത്ത് വാട്സപ്പിൽ അയച്ച് ഇന്ന പുസ്തകം ഉണ്ടോ എന്ന് ചോദിക്കൂ. അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ഇവിടുന്ന് നോക്കിയാൽ മതിയല്ല, ഞാൻ അത് നോക്കിയിട്ട് ഇന്ന പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. കോളേജ് കുട്ടികൾ റെഫറൻസിന് വരും. പിന്നെ ഇപ്പൊ നമ്മളെ മയിൽ സ്കൂളായാലും തായമ്പോലു സ്കൂളായാലും, തായമ്പോലു സ്കൂളിൽ ഞാൻ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ മയിൽ സ്കൂളിലായാലും കുട്ടികൾ അവരെ പാഠ്യേതര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവര് ഇവിടെ പുസ്തകങ്ങൾ ഇന്ന പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവര് വരുത്തുന്നുണ്ട്. പിന്നെ പ്രായമായ ആൾക്കാർ അവര് വരുത്തുന്നുണ്ട്. പിന്നെ നമ്മള് ഈ പെൺ വായനാ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് 2 വർഷക്കാലമായിട്ട് അത് നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ നാട്ടിലുള്ള കുറേ അധികം സ്ത്രീകൾ ഈ ഇതില് പങ്കാളികളാണ്. വായനയിലേക്ക് വന്നു. നമ്മളെ സ്ത്രീകൾ, നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ, അവർ വായനാക്കുറിപ്പ്, അവർക്കും പിന്നെ ഇതുപോലെ കുട്ടികൾ അതുപോലെ ചലഞ്ചാണ്. അവർക്ക് വർഷത്തിൽ 50 പുസ്തകമാണ് വായിക്കേണ്ടത്. അന്നേരം ഒരു മാസത്തിൽ 4 പുസ്തകങ്ങളും അവർ കവർ ചെയ്യണം. അപ്പൊ അതിന്റെ കുറിപ്പ് സമാഹരിച്ചിട്ടെല്ലാം വെക്കുക. അങ്ങനെയുള്ള പ്രവർത്തനം ലൈബ്രറിയൻ എന്റെ ചുമതലയാണ്. ശരിക്കും പണ്ടൊക്കെ ലൈബ്രറി എന്ന് പറയുമ്പോൾ വരുന്നവർക്ക് പുസ്തകം എടുത്ത് കൊടുക്കുക, രജിസ്റ്ററിൽ എഴുതുക, തിരിച്ചു കൊണ്ടുവരുമ്പോൾ വാങ്ങി വെക്കുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ അതല്ലാതെ ഈ ഇത്രയും ചുമതലകൾ കൂടി നിങ്ങളുടെ ഇതിലേക്ക് വന്നു. എന്ന് മാത്രല്ല, പണ്ട് ലൈബ്രറിയുടെ അകത്തായിരുന്നു ഈ ലൈബ്രറിയുടെ വർക്കുകളൊക്കെ. ഇപ്പൊ അകം വിട്ടിട്ട് പുറത്തേക്ക് പോയി തുടങ്ങിയല്ലോ, പുസ്തകം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? വീടുകളിൽ പുസ്തകം എത്തിക്കുന്നു അല്ലെങ്കിൽ അത് നമുക്ക് ഇവിടെ ഞാൻ മാത്രമല്ല, ഇവിടെ ഒരു വനിതാ ലൈബ്രറിയനും കൂടിയുണ്ട്. അജിതയുടെ 20 കൊല്ലത്തെ സേവനത്തിനിടയിൽ കുറേ ആളുകൾ ഇവിടെ നിന്ന് പുസ്തകം എടുത്തിട്ടുണ്ടല്ലോ. ഈ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ റെഫറൻസിന് കുട്ടികൾ പുസ്തകം എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പുസ്തകം എടുത്ത് പഠിച്ച ആളുകൾ വലിയ വലിയ ഉദ്യോഗങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവരൊക്കെ ഈ ലൈബ്രറിയാണ് ഉപയോഗപ്പെട്ടത്, ഇവിടുത്തെ ലൈബ്രറിയനാണ് അവർക്ക് പുസ്തകങ്ങളൊക്കെ കൊടുത്തത്, സഹായിച്ചത്. അങ്ങനെ ഉദ്യോഗമൊക്കെ കിട്ടിയ ആളുകളൊക്കെ പിന്നീട് കണ്ട് സംസാരിക്കാറുണ്ടോ? ഇതേപ്പറ്റി സൂചിപ്പിക്കാറുണ്ടോ? എന്നോട് സൂചിപ്പിക്കാറുണ്ട്. വഴിയിലെല്ലാം ഇപ്പം നമ്മളിപ്പോ ഒരു ബസ് സ്റ്റോപ്പിലെല്ലാം നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവൂല അവരോടി വന്ന് പിന്നെ സപ്തരാശ്മിയിലെ ലൈബ്രറിയൻ അജിതേച്ചിയല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ഓടി വരും. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഇതാവും, അവരെന്നെ ഇങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ ഇവിടുത്തെ നമ്മളിങ്ങനെ തായമ്പോലു സ്കൂളിൽ പഠിച്ചവരാണ്, അല്ലെങ്കിൽ മയിലു സ്കൂളിൽ പഠിച്ചവരാണ്, പിന്നെ ഇവിടുന്ന് നമ്മൾ റെഫറൻസിന് പുസ്തകം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവര് വലുതായിട്ട് എനക്കാണ് മനസ്സിലാവാത്തത്. അവരെന്നെ തിരിച്ചറിയുന്നുണ്ട്. അതിപ്പോ ഈ പഠിപ്പിച്ച അധ്യാപകരെ കാണുമ്പോൾ ശിഷ്യന്മാര് വന്നിട്ട് മാഷിനെ പഠിപ്പിച്ചതാണ്, അപ്പൊ ഞാൻ ഇന്ന ഉദ്യോഗത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ അധ്യാപകനുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇതും. അജിതക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണല്ലോ. ഇപ്പൊ മറ്റൊന്ന്, കുറേ പേരെ വായിക്കാൻ പ്രോത്സാഹിപ്പിച്ച ഒരു ലൈബ്രറി എന്ന നിലയിൽ അജിതയുടെ വായന എങ്ങനെയാണ്? എൻ്റെ വായന എന്ന് പറയുന്നത്, ഈ പുസ്തകങ്ങൾ നമ്മൾ ഗ്രാൻഡിന് പുസ്തകങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഞാനാണല്ലോ ഇത് എൻ്റെ കൈകളിലൂടെയാണ് ഓരോ ബുക്കും കടന്നു പോകുന്നത്. ഞാനാണ് സ്റ്റോക്ക് രജിസ്റ്ററിൽ ഇത് ചേർക്കുന്നത്. അപ്പോൾ എല്ലാ പുസ്തകത്തിനെ പറ്റിയിട്ടും എനിക്ക് നല്ല ഇത് വായിച്ചിട്ടില്ലെങ്കിൽ എല്ലാ പുസ്തകങ്ങളും എൻ്റെ കൈകളിലൂടെയാണ് ഇവിടെ ഷെൽഫിൽ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ പുസ്തകങ്ങളും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ പൊതുവെ വായിക്കുന്ന സ്വഭാവം മുൻപേ ഉണ്ടോ? വായിക്കുന്ന സ്വഭാവം എന്ന് വെച്ചാൽ ആദ്യകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഞാൻ വായനയിലേക്ക് വന്നു. അതിന് പ്രധാന കാരണം ഇവിടുത്തെ പെൺ വായനാ ചലഞ്ച് എന്ന ഇതിലൂടെയാണ്. അത് വായിച്ച് കുറിപ്പെഴുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പുസ്തകം വായിച്ചതിൽ ഇഷ്ടപ്പെട്ട പുസ്തകം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൈകളിലൂടെയാണ് ഈ പുസ്തകങ്ങളെല്ലാം, ഇവിടെ വരുന്ന പുസ്തകങ്ങളെല്ലാം ഞാൻ സ്റ്റോക്ക് രജിസ്റ്ററിൽ ചേർക്കുമ്പോൾ ബാർകോഡ് ചെയ്യുമ്പോൾ ഒക്കെ എൻ്റെ കൈകളിലൂടെ. അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ ഒരുവിധെല്ലാം വായിക്കാനൊക്കെ ശ്രമിക്കലുണ്ട്. അതിൽ കുറേ അധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുമുണ്ട്.
ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു നോവലുണ്ട്. അത് വിശ്വസാഹിത്യത്തിലെ മാക്സിം ഗോർക്കിന്റെ അമ്മ എന്ന് പറഞ്ഞ നോവല് എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്. അതിപ്പം ഒരു തവണ വായിച്ച എല്ലാവരുടെ മനസ്സിലും തങ്ങി നിൽക്കുന്ന ഒരു നോവൽ. അതിന്റെ കുറിപ്പ് എഴുതിയപ്പോൾ എനിക്ക് അതിപ്പം എൻ്റെ മനസ്സിൽ തന്നെ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. പൊതുവെ ജീവചരിത്രങ്ങളോടെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോവലും ഞാൻ വായിക്കും. പിന്നെ എല്ലാതരം പുസ്തകങ്ങളും ഞാൻ വായിക്കാൻ ശ്രമിക്കലുണ്ട്. ഈ പുസ്തകങ്ങൾ വായിച്ച് കുറിപ്പ് എഴുതുന്നത് എത്രത്തോളം നമുക്കത് ഉപകാരപ്പെടുന്നുണ്ട്? ഇപ്പം അജിത ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്? ആ പുസ്തകങ്ങൾ വായിച്ച് അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പെട്ടെന്ന് നമ്മൾ ഈ വായിച്ച ഒരു പുസ്തകം അത് നമ്മളെ മനസ്സിൽ നിന്ന് ഈ കുറിപ്പെഴുതുന്നത് കൊണ്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പുസ്തകത്തിനെ പറ്റി എപ്പോഴും മനസ്സിൽ ഇങ്ങനെ നമുക്ക് രണ്ടാം വായന പോലെയാണ് ഈ കുറിപ്പെഴുതിയാൽ നമ്മളെ മനസ്സിൽ അങ്ങനെ തന്നെ തങ്ങി നിൽക്കും. നമ്മൾ ഇന്ന പുസ്തകമാണല്ലോ, പെട്ടെന്ന് നമുക്കത് ഗ്രഹിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുമായിട്ട് ചർച്ചയോ മറ്റോ എളുപ്പമാണ്. ഈ ചർച്ചകൾ നടത്തലുണ്ട്. പുസ്തക ചർച്ചകൾ നമ്മൾ ഈ പെൺ വായനാ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ മാസത്തിൽ അവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് ഇതിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ മാസത്തിലും ഈ പെൺ വായന കൂട്ടായ്മ ഇവിടെ വായനശാലയിൽ വെക്കുന്നുണ്ട്. ആ കൂട്ടായ്മയിൽ നമ്മൾ എഴുതിയ പുസ്തകങ്ങളെ പറ്റിയും അങ്ങനെ എല്ലാവരും എഴുതിയവരും എഴുതാത്തവരും ഒക്കെ വന്നിട്ട് ഇവിടെ വന്ന് ചർച്ച ചെയ്യും. അതൊരു നല്ലൊരു കാര്യമാണ്. അവരെ കൂട്ടായ്മ, പെൺവായന കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ വായനശാലയിൽ പരിപാടി വെക്കും. ഇപ്പൊ നമ്മള് ഇവിടുന്ന് വായനശാലയിൽ നിന്ന് ഏത് പുസ്തകം വായിച്ചു കഴിഞ്ഞാലും അതിലെ കഥാപാത്രങ്ങൾ മുഴുവൻ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കും. അപ്പോ അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മളെ ആരോ ആയിട്ട് തന്നെ നമ്മളെ മനസ്സിൽ തന്നെ എപ്പോഴും തങ്ങി നിൽക്കും. ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെ ആയിട്ട് അവര് നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ ഈ വായിച്ച ഈ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങള് പോലെയാണോ എന്ന് നമ്മള് തോന്നും, നമുക്ക് തോന്നിപ്പോകും. അപ്പൊ നമ്മൾക്ക് അതൊരു ഊർജ്ജമായിരിക്കും അല്ലേ? അപ്പൊ അതാണ് ഇപ്പം അജിതക്ക് ജീവചരിത്രമാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു പ്രതിസന്ധി വരുമ്പം അവരെ ആ മഹാൻ എങ്ങനെയാണ്, ആ വ്യക്തി എങ്ങനെയാണ് ഇതിനെ നേരിട്ടത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഊർജ്ജം കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ വായനശാല ഇവിടുത്തെ എല്ലാവരെയും വായനക്കാരാക്കി മാറ്റി അവര് കുറെ പുസ്തകം വായിച്ചു, അവരുടെ മനസ്സിലൊക്കെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ വരുമ്പം ഒരു ഊർജ്ജം കിട്ടാൻ ഈ സഫ്ദർഹഷ്മി സ്മാരക വായനശാല ഗ്രന്ഥാലയം ഉപകരിക്കുന്നുണ്ട്. ഒരർത്ഥത്തില് നമ്മൾ മറ്റു പലരെയും കൂട്ടുന്നതിലും നല്ലത് ഈ കഥാപാത്രങ്ങളെ കൂടെ കൂട്ടുന്നതാണെന്ന് തോന്നുന്നില്ല. ജീവിത വിജയത്തിന് ഏറ്റവും നല്ലത് കഥാപാത്രങ്ങളെ കൂടെ കൂട്ടുന്നതാണ്. നമ്മൾ വായിച്ച കഥാപാത്രങ്ങൾ നമ്മളെ മനസ്സിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അല്ല, അതിന് നല്ലതിനെ മാത്രം കൂടെ കൂട്ടിയാൽ മതിയല്ലോ. അതിലെ നല്ല കഥാപാത്രം കൂടെ കൂട്ടിയാൽ. ഈ മറ്റൊന്ന് ഈ ലൈബ്രറി എന്ന് പറയുന്ന പിന്നെ ഒരു പോസ്റ്റ്, ലൈബ്രറി സയൻസ് കോഴ്സൊക്കെ കഴിഞ്ഞാൽ വലിയ സ്ഥാപനങ്ങളിൽ വലിയ ശമ്പളത്തിലൊക്കെ ജോലി കിട്ടുന്ന ഒന്നാണ് ലൈബ്രറി. പക്ഷെ നമുക്കറിയാം നമ്മുടെ വായനശാലകളിൽ ലൈബ്രറി കൗൺസിലിന്റെ ഇതിൽ വരുന്ന അത്ര വലിയത് എന്ന് പറയാൻ പറ്റുന്ന ഒരു തുകയൊന്നും അല്ല. എന്നിട്ടും 20 വർഷം അജിത ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ അറിഞ്ഞത് ഇപ്പം പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികളോടൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, ഡ്രൈവർ, പോലീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഏതോ ഒരു സമയത്ത് ഏതോ ഒരു മീറ്റിങ്ങിൽ ആരാകണമെന്ന് പലരോടും ചോദിച്ചപ്പോൾ അജിത പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ലൈബ്രറി ആയിരുന്നാൽ മതി എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് തോന്നിയത്? ഞാനിവിടെ തുടക്കകാലം തൊട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പുസ്തകവുമായിട്ട് അങ്ങനെ ഇഴുകിച്ചേർന്നു. അപ്പൊ ഞാൻ വേറെ ഒന്നും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ എൻ്റെ അവസാന കാലം വരെ എനിക്കൊരു ലൈബ്രറിനായിട്ട് തുടരണമെന്ന്. ഇവിടെ ഇപ്പൊ പുസ്തകം എടുക്കാൻ വരുന്നവരുണ്ട് മെമ്പർമാര്. അതല്ലാതെ ഈ വായനശാലയെ പറ്റി കേട്ടറിഞ്ഞ് ഇനി മെമ്പറാകാൻ താല്പര്യപ്പെടുന്നവരുണ്ടാകാം. ഈ വായനശാലയെ പറ്റി ഇതിലൂടെ കേൾക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരുന്നവരോട്, പുസ്തകം എടുക്കുന്നവരോട് അജിതക്ക് പറയാനുള്ളത് എന്താണ്? അതെങ്ങനെ ഉപയോഗപ്പെടും അവർക്ക് എന്നാണ് പറയാനുള്ളത്? അതിപ്പോ സ്കൂൾ കുട്ടികളാണ് അധികമായിട്ടും ഇതിലേക്ക് വരുന്നത്. അവർക്ക് സ്കൂൾ കുട്ടികൾക്ക് ഒരു പരിമിതി ഉണ്ട്. അവരെ സിലബസ് അനുസരിച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. പക്ഷെ നമ്മളെ വായനശാല എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്കാണ്. അവർക്ക് ഒരു എല്ലാത്തിനും എല്ലാ പാഠ്യേതര പ്രവർത്തനത്തിനും ഇവിടെ ഒരു നമ്മളെ ഈ തായമ്പോലുള്ള ഈ പ്രദേശത്തുള്ള ഈ വായനശാല ഒരു സർവകലാശാല തന്നെ എന്ന് പറയാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എന്റെ അനുഭവത്തില് കുട്ടികൾക്കും മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരു പരിമിതിയോ പരിധിയോ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പുസ്തക കൂട്ടമാണ് ഇവിടെ ഉള്ളത്. അതെ, ഏത് മേഖലയിലുള്ളവർക്കും അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് അജിത പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു നോളജ് സെന്റർ ആണ്.
ഇവിടെ വന്നാൽ എല്ലാ അറിവുകളും നമുക്ക് വാരിക്കോരി എടുത്തിട്ട് പോകാം പുസ്തകത്തിലൂടെ. അതെ, വളരെ ഈസി ആയിട്ട്, അതിന് പ്രത്യേക സമയം കളയേണ്ടതില്ല. അതെ, അതെ. ഇനി അജിതയുടെ കുടുംബ ജീവിതത്തിലേക്ക് വന്നാൽ വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടില് ഭർത്താവ് എന്താ പേര്? ബാബു. എന്ത് ചെയ്യുന്നു? അവര് ഡ്രൈവറാണ്. ഡ്രൈവർ. പിന്നെ 2 ആൺമക്കളാണ്. ഒരാള് മസ്കറ്റിൽ ജോലി ചെയ്യുന്നു. അവൻ ബിടെക് പഠിച്ച് മസ്കറ്റിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തവൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടികളുടെ പേര്? മൂത്താള് ഋത്തിക്ക്, ഇളയവൻ നീരജ്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ബാംഗ്ലൂരിൽ. രണ്ടാമത്തെ പുരസ്കാരമാണ് കിട്ടിയത്. ഈ പറഞ്ഞ് കേട്ടത് പ്രകാരം അജിത ഇവിടെ ചെയ്യുന്നത് വലിയൊരു ജോലി തന്നെയാണ്. വെറും പുസ്തകം എടുത്ത് കൊടുക്കുന്നത് മാത്രമല്ല, ലൈബ്രറിക്ക് അകത്തും പുറത്തും ഈ ആളുകളെ വിജ്ഞാനം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, വായിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തുന്നുണ്ട്. അപ്പോൾ ഈ 2 പുരസ്കാരങ്ങളിൽ ഒതുങ്ങാതെ ഇനിയും വലിയ വലിയ പുരസ്കാരങ്ങൾ അജിതയെ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള പഞ്ചായത്താണ് മയ്യിൽ പഞ്ചായത്ത്. ആ മയ്യിൽ പഞ്ചായത്തിലെ A+ ഗ്രേഡുള്ള കേരളമൊട്ടാകെ, കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന ലൈബ്രറിയാണ് തായമ്പൊയിൽ എന്ന സ്ഥലത്തുള്ള സപ്തർ ഹഷ്മി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം. ആ ഗ്രന്ഥാലയത്തിലെ എൻ അജിത എന്ന ലൈബ്രറിയനാണ് ഇത്തവണ IV ദാസ് സ്മാരക പുരസ്കാരം ലഭിച്ചത്. അത് അർഹതയുള്ള വായനശാലയ്ക്ക്, അർഹതയുള്ള ലൈബ്രറിക്ക്, അർഹതയുള്ള കൈകളിൽ തന്നെയാണ് ലഭിച്ചത് എന്ന് ഈ അഭിമുഖം കേട്ട് കഴിയുമ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നാടകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. പുതിയ വിഷയവുമായി വീണ്ടും കാണാം.